السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون. يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാം ഏവരും ശ്രദ്ധയോടെ ഗ്രഹിച്ചിരിക്കേണ്ടുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിവരണത്തിൽ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ യുദ്ധത്തിന്റെ പര്യവസാനം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായിരുന്നു, പ്രയാസകരമായിരുന്നു എന്ന് നാം ഏവരും മനസ്സിലാക്കി. അതിൻ്റെതായ കാരണങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അത്തരത്തിലുള്ള കാരണങ്ങൾ ആരിൽ നിന്ന് സംഭവിച്ചാലും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാവില്ല എന്ന വലിയ ഗുണപാഠം അതിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നതും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, യുദ്ധം കഴിഞ്ഞ് ഒരുപാട് സഹാബിമാർ വഫാത്തായി, ഷഹീദുകളായി. അവരുടെ ശറഫാക്കപ്പെട്ട ആ ശരീരം ശത്രുക്കൾ അവരുടെ ദേഷ്യം തീർക്കുമാറ് വികൃതമാക്കി എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വയറ് കീറി, അതുപോലെ തന്നെ അവിടുത്തെ ആന്തരികാവയവങ്ങളെ എടുത്ത് കടിച്ചു തുപ്പിക്കൊണ്ട് രോഷം തീർത്തു ശത്രുക്കൾ. പല സഹാബിമാരുടെയും ചെവിയും മൂക്കും അവയവങ്ങളുമൊക്കെ ചെത്തിയെടുത്തുകൊണ്ട് അതുകൊണ്ടൊരു മാല കോർത്ത് നൃത്തം ചവിട്ടി ഈ ശത്രുക്കൾ എന്ന് ചരിത്രം നമുക്ക് അറിയിച്ചു തരികയാണ്. അത്രയും വേദനാജനകമായ ഒരുപാട് സംഭവങ്ങൾക്ക് ഉഹദ് പോർക്കളം സാക്ഷിയാവുകയുണ്ടായി. ആ നിലക്കുള്ള ഒരുപാട് വേദനകൾ സഹിച്ച് പരാജയത്തിൻ്റെതായ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ തന്നെ സഹാബിമാരും നിൽക്കുമ്പോൾ ശത്രുപക്ഷത്ത് നിന്ന് വിജയഭേരി മുഴക്കിക്കൊണ്ട്
പ്രതീക്ഷിക്കാത്ത നിലക്കുള്ള ഒരു അറ്റാക്കിലൂടെ മുസ്ലിമീങ്ങളിൽ ഒരുപാട് വിനാശങ്ങൾ വരുത്തി, അപകടങ്ങൾ വരുത്തി. ഞങ്ങൾ വിജയിച്ചു എന്ന നിലക്ക് വിജയഭേരി മുഴക്കിക്കൊണ്ട് ശത്രുപക്ഷത്തിന്റെ നായകൻ അബൂ സുഫിയാൻ യുദ്ധരംഗം വിടുകയാണ്. ആ യുദ്ധരംഗം വിടുന്ന നേരത്ത് അബൂ സുഫിയാൻ ചില വെല്ലുവിളികൾ നടത്തുകയാണ്. അബൂ സുഫിയാൻ മുസ്ലിം പക്ഷത്തിന്റെ മുമ്പ് നേർക്ക് നേരെ നോക്കിയിട്ട് വിളിച്ചു ചോദിക്കുകയാണ്. രക്തം തിളപ്പിക്കുന്ന നിലക്കുള്ള ചോദ്യം. വളരെയേറെ അസ്വസ്ഥതയിലും പ്രയാസത്തിലും കഴിയുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബിമാരോട് വളരെയേറെ അവരുടെ വികാരം തിളപ്പിക്കുമാറ് വെല്ലുവിളിയുടെ സ്വരത്തിൽ അബൂ സുഫിയാൻ വിജയമാഘോഷിക്കുകയാണ്. അയാൾ അന്ന് വിളിച്ചു ചോദിച്ചു. നമുക്ക് സഹീഹുൽ ബുഖാരിയിൽ ആ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും കൂടി നിൽക്കുകയാണ്, സ്വഹാബിമാര്. ആ അവസരത്തിൽ വിജയിച്ചു എന്ന വിജയപേരിയും മുഴക്കി അബൂ സുഫിയാൻ ചോദിക്കാണ്, അഫിൽ ഖൗമി മുഹമ്മദ്, എവിടെ പോയടാ മുഹമ്മദ്? എവിടെ പോയി മുഹമ്മദ്? മുഹമ്മദ് ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഒരു തവണയല്ല ചോദിച്ചത്, 3 മർറാത്ത്, 3 തവണ ആവർത്തിച്ചു. അബൂ സുഫിയാൻ ഇങ്ങനെ ചോദിക്കാണ്. നമ്മള് പറയില്ലേ, ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങടാ, വാ ഇങ്ങോട്ട്, ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ കാണട്ടെ എന്നിങ്ങനെ വിഷമത്തിലിരിക്കുന്ന നബിയും സഹാബത്തിനെയും കൂടുതൽ വിഷമിപ്പിക്കുമാർ അബൂ സുഫിയാൻ ചോദിക്കണം. അഫിൽ ഖൗമി മുഹമ്മദ്, എവിടെ പോയി മുഹമ്മദ്? മുഹമ്മദ് ഉണ്ടോ? മുഹമ്മദ് ഉണ്ടോ? മുഹമ്മദ് ഉണ്ടോ എന്നാണ് അബൂ സുഫിയാന്റെ ചോദ്യം. അപ്പൊ സഹാബത്തിന് ഇങ്ങനെ ആവേശം തുള്ളുകയാണ് മറുപടി പറയാൻ. ഉണ്ടടാ എന്ന് പറയാൻ ആവേശത്തോടെ സഹാബിമാരൊരുങ്ങുമ്പോ ഫനഹാഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടഞ്ഞു. അൻയുജീബുഹു, അതിനൊന്നും മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അതിന് മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് അവരെ തടഞ്ഞു. സുമ്മ ഖാല, രണ്ടാമത് അബൂ സുഫിയാന്റെ ചോദ്യം, അഫിൽ ഖൗമി ഇബ്നു അബി ഖുഹാഫ, അബൂ ഖുഹാഫന്റെ മോനുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അബൂബക്കർ ഉണ്ടോ? ഇറങ്ങ്. അബൂ ഖുഹാഫന്റെ മോനുണ്ടോ അവിടെ? കാണട്ടെ. 3 തവണ. ആ സമയത്തും സഹാബത്ത് ചാടി എഴുന്നേറ്റ് മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂല് തടയുന്നു. ലാ തുജീബൂഹു, മറുപടി കൊടുക്കണ്ട. അതൊക്കെ വ്യക്തിപരമാണ്, മറുപടി കൊടുക്കണ്ട, അതിനൊന്നും മറുപടി കൊടുക്കണ്ട. ഫഖാല, അപ്പൊ ധിക്കാരത്തോടെ അബൂ സുഫിയാന്റെ അടുത്ത ചോദ്യം, അഫിൽ ഖൗമി ഇബ്നുൽ ഖത്താബ്, എവിടെടാ ഖത്താബിന്റെ മോൻ? എവിടെടാ ഉമർ? 3 തവണ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടോ ചോദിച്ചിട്ട് വ്യക്തിപരമായി വെല്ലുവിളിച്ചു. ഫഖാല, ആരുമുണ്ടെന്നുള്ള അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കരുത് എന്ന് പറഞ്ഞു, തടഞ്ഞു, മിണ്ടണ്ട. അപ്പോ അവൻ സ്വയം ഇങ്ങനെ പറയാണ്, പരിഹസിക്കാണ്, ഇന്ന ഹൗലായി ഖുതിലു, എല്ലാരെയും പണി കഴിഞ്ഞിരിക്കുന്നു, ഇവരൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതല്ല, ഫലൗ കാനു അഹ്യാൻ, ജീവനുണ്ടെങ്കിൽ, അവർക്കൊക്കെ ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ ലാ ജാബു എന്നിങ്ങനെ രോഷം തിളപ്പിക്കുന്ന വർത്താനം പറഞ്ഞ് അവനിങ്ങനെ ചാടിത്തിമർത്ത് ആസ്വദിക്കുകയാണ്. സഹികെട്ടു. ആർക്കാ സ്വാഭാവികമായി സഹികെടുക കൂട്ടത്തിൽ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഫലം യംലിക് ഉമറു നഫ്സഹു, ഇതും കൂടെ കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് നിയന്ത്രണം വിട്ടുപോയി, നിയന്ത്രിക്കാനായില്ല. ഫഖാല, അദ്ദേഹം ഉടനെ പറഞ്ഞു, കദബ്ത യാ അദുവല്ലാഹ്, യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു, നീ കളവാണ് പറഞ്ഞത്. അബ്ഖല്ലാഹു അലൈക മാ യുഖ്സീക, നിനക്ക് നിന്യത വരുത്തുന്ന നിലക്ക് അല്ലാഹു അവരെയൊക്കെ ബാക്കിയാക്കിയിട്ടുണ്ട്. നീ നിന്യനാകും. ഈ പറഞ്ഞവരൊക്കെ ബാക്കിയാണ്. ഇന്നല്ലദീന അദത്ത ലഹിയാഉൻ കുല്ലുഹും, നീ എണ്ണിയ 3 ആളുകളും ഇവിടെ ഹയാത്തിലുണ്ടടാ. അവര് 3 ആളും ഹയാത്തിലുണ്ട്. അല്ല നിന്നെ നിന്ദിക്കുന്ന നിലക്ക് നിന്റെ ആഗ്രഹം നടപ്പില്ലാതെ പോകുന്നു. ഇതാ അവരെയൊക്കെ ഇവിടെ ബാക്കിയാക്കിയിട്ടുണ്ട്, നീ നിന്ദനാകും. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയാണ്, വഖദ് ബഖിയ ലക, നിനക്ക് വേണ്ടി ബാക്കി തന്നെയാണ്, മാ യസൂക, നിന്നെ നിന്ദിപ്പിക്കുന്ന, നിന്നെ പ്രയാസപ്പെടുത്തുന്ന ഇവരൊക്കെ
ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, നെഗളിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് ഇവിടുന്ന് മറുപടി പറഞ്ഞു. അപ്പൊ അബൂ സുഫിയാൻ അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, യൗമുൻ ബിയൗമി ബദർ, ബദറിന് ഞങ്ങളെ തോൽപ്പിച്ചതിന് ഞങ്ങൾ പകരം വീട്ടിയിരിക്കുന്നു. ഇത് ബദറിന് പകരമാണ്, പിടിച്ചോ, ബദറിന് പകരമാണിത്, പിടിച്ചോ എന്ന് പറഞ്ഞു അബൂ സുഫിയാൻ അവിടെ നിന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ പിന്നെയും പറഞ്ഞു, വൽ ഹർബു സിജാൽ, ഇപ്പൊ യുദ്ധം സമാസമമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ബദറിൽ തോറ്റു, നിങ്ങൾ ജയിച്ചു. ഇപ്പൊ നിങ്ങൾ ഉഹദിൽ തോറ്റു, ഇപ്പൊ ഞങ്ങൾ ജയിച്ചു. ഇപ്പൊ സമായിട്ട് നിൽക്കുന്നു. ഇന്നകും സതജിദൂന ഫിൽ ഖൗമി മുസ്ല, നിങ്ങൾ നിങ്ങളുടെ ആളുകളുടെ കൂട്ടത്തിൽ കുറെ ആളുകളുടെ ശരീരത്തെ വികൃതമാക്കിയത് നിങ്ങൾ കാണും. പക്ഷേ ലമ്മാ മുർബിഹാ, ഞാനത് കൽപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ട് ചെയ്തതല്ല, ആളുകളുടെ രോഷം തീർത്തതാണ് എന്ന് അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു. വലം തസൂനി, ആളുകൾ അത് ചെയ്തതിന്റെ പേരിൽ എനിക്കൊരു സങ്കടവും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞിട്ടല്ലെങ്കിലും ഞാനത് അവരോട് പറഞ്ഞിട്ടില്ല. കണ്ണും കാതും മൂക്കൊക്കെ മുറിക്കാനും വികൃതമാക്കാനും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ ചെയ്തതിന്റെ പേരിൽ എനിക്ക് സങ്കടവും ഇല്ല. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലും കുറെ ആൾക്കാർ, ഇപ്പൊ 70 ആൾക്കാർ ബദറിൽ കൊല്ലപ്പെട്ടു, ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ 70 കൊല്ലപ്പെട്ടു. അങ്ങനെ സമമായിട്ട് ഇപ്പൊ നമ്മൾ 2 യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും സമമായിട്ട് നിൽക്കേണ്. ആ അവസരത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, അല്ല, സമമാണെന്നത് നിന്റെ ധാരണയാണ്, സമമല്ല. ലാ സവാഉൻ ഖത്ലാനാ ഫിൽ ജന്ന വഖത്ലാകും ഫിന്നാർ. സുബ്ഹാനല്ലാഹ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ ബോധ്യപ്പെടുത്തി, അബൂ സുഫിയാൻ, നിനക്ക് തെറ്റിപ്പോയി. നീ എന്താ പറഞ്ഞത്? ഞങ്ങൾ 70 പോയി, നിങ്ങൾ 70 പോയി എന്നല്ലേ? എന്നാ ഞങ്ങളുടെ 70 നിങ്ങളുടെ 70 സമമല്ല. ലാ ഖത്ലാനാ ലാ സവാ, അത് സമമാണെന്ന് നീ ധരിച്ചു പോകരുത്. ഖത്ലാനാ ഫിൽ ജന്ന, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൊല്ലപ്പെട്ടവർ മുഴുവനും സ്വർഗ്ഗത്തിലാണ്. വഖത്ലാകും ഫിന്നാർ, നിങ്ങളുടെ കൂട്ടത്തിൽ വധിക്കപ്പെട്ടവരൊക്കെ നരകത്തിലുമാണ്, സമമാണ് എന്ന് നീ പറയണ്ട. ആ സമയത്ത് ഇതും കൂടി കേട്ട് അബൂ സുഫിയാൻ ഇങ്ങനെ വിറകൊള്ളാണ്. ഇങ്ങനെ ആവേശം കൊണ്ട് നേരത്തെ ഓരോരുത്തരുടെ പേര് പറഞ്ഞുണ്ടെങ്കിൽ ഇറങ്ങടാ എന്നൊക്കെ പറഞ്ഞ് വ്യക്തിപരമായിട്ട് കുറെ പറഞ്ഞല്ലോ. അപ്പോഴൊക്കെ അള്ളാന്റെ റസൂല് പറഞ്ഞു, മിണ്ടണ്ട, മറുപടി പറയണ്ട. കുറച്ചു കഴിഞ്ഞപ്പോ അബൂ സുഫിയാൻ പറയാൻ തുടങ്ങി. സുമ്മ അഖദ യർതജിസു, പിന്നെ അബൂ സുഫിയാൻ ഇങ്ങനെ മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങി. ഉഅ്ലു ഹുബൽ, ഉഅ്ലു ഹുബൽ, ഹുബൽ ജയിക്കട്ടെ, ഹുബൽ സിന്ദാബാദ്. അവര് വിളിച്ച് ആരാധിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹം ഹുബല്, ആ ഹുബൽ ജയിക്കട്ടെ, ഹുബിലെ നീ ഉയരുക, നീ വളരുക എന്നിങ്ങനെ അബൂ സുഫിയാൻ പറയുന്നു, വിളിച്ചു പറയാണ്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബിമാരോട് അഫിൽ ഖൗമി മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, മിണ്ടണ്ട. എവിടെ പോയി അബൂ ഖുഹാഫന്റെ മോൻ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മിണ്ടണ്ട. എവിടെടാ ഖത്താബിന്റെ മോൻ എന്ന് വെല്ലുവിളിച്ചപ്പോ പറഞ്ഞു, മിണ്ടണ്ട, മറുപടി പറയണ്ട. എന്നാൽ ഈ വാക്കങ്ങ് കേട്ടപ്പോ ഹുബൽ, ഹുബിലെ നീ ജയിച്ചു, നീ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആദർശപരമായി തൗഹീദിൽ തൊട്ടുകൊണ്ട് ശബ്ദിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, അല്ലാ തുജീബൂഹു ലഹു, കൊടുക്കടാ മറുപടി, കൊടുക്ക് മറുപടി. അതിനാ മറുപടി കൊടുക്കേണ്ടത്, അതിനാണ് മറുപടി കൊടുക്കേണ്ടത്. കൊടുക്കുന്നില്ലേ അവന് മറുപടി? ഖാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ നഖൂൽ, എന്താ ഞങ്ങൾ മറുപടി കൊടുക്കേണ്ടത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, മറുപടി കൊടുക്ക്, അല്ലാഹു അഅ്ലാ വ അജൽ, ഹുബിലല്ല ഉയർന്നത്, അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, അല്ലാഹുവാണ് അജൽ, അല്ലാഹയാണ് ഏറ്റവും മഹാൻ, അല്ലാഹയാണ് ഏറ്റവും മഹാൻ, അല്ലാഹയാണ് ഏറ്റവും മഹാൻ. ആ മറുപടി കൊടുക്കൂ. ഖാല, ആ മറുപടി ഞാൻ കൊടുത്തു. അവിടുന്ന് അങ്ങോട്ട് അവന്റെ അടുത്ത വാക്ക്, ഇന്നലനൽ ഉസ്സാ വലാ ഉസ്സാ ലക്കും, ഞങ്ങൾക്ക് ഉസ്സാ എന്ന് പറയുന്ന ഒരു ദേവനുണ്ട്, ഞങ്ങൾക്ക് ഇസ്സത്തുണ്ട്, അത് മുഖേന ഞങ്ങൾക്ക് ഇസ്സത്തുണ്ട്. വലാ ഉസ്സൻ ലക്കും, നിങ്ങൾക്ക് ഉസ്സയില്ല, നിങ്ങൾക്ക് ഉസ്സയില്ല. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാ തുജീബു ലഹു, അതിനും കൊടുക്ക് മറുപടി, അതിനും മറുപടി കൊടുക്ക്. സഹാബത്ത് ചോദിച്ചു, മാ നഖൂലു യാ റസൂലല്ലാഹ്, മാ നഖൂൽ, എന്താ ഞങ്ങൾ പറയേണ്ടത്? ഖാല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു, ഖൂലു, മറുപടി കൊടുക്ക അബൂ സുഫിയാൻ, അല്ലാഹു മൗലാനാ ലാ മൗലാ ലക്കും,
അല്ല ഞങ്ങളുടെ രക്ഷാധികാരിയാണ്, അല്ലയുണ്ട് ഞങ്ങളുടെ മൗലയായിട്ട്. വലാ മൗലാ ലക്കും, നിങ്ങൾക്കൊരു രക്ഷാധികാരിയും ഇല്ല. സഹീഹുൽ ബുഖാരിയിൽ 2812 നമ്പർ ഹദീസായിക്കൊണ്ട് അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തിയ സംഭവമാണിത്. സുഹൃത്തുക്കളെ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. യുദ്ധം കഴിഞ്ഞ് വിഷമിച്ചു പോകുമ്പോ, വളരെയേറെ പ്രയാസപ്പെട്ടു പോകുമ്പോ, ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് അവന്റെ വെല്ലുവിളിയുടെ സ്വരത്തിലുണ്ടായ ശബ്ദമുണ്ടായപ്പോ വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിച്ച് സഹാബിമാരെ ഇളക്കിവിടാൻ ശ്രമിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, മിണ്ടണ്ട, അതിന് മറുപടി കൊടുക്കണ്ട. ആദർശപരമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ നബിതങ്ങൾ പറഞ്ഞു, അതുവരെ വിലക്കിയ നബിതങ്ങൾ പറഞ്ഞു, കൊടുക്ക് മറുപടി, അതിനാ മറുപടി കൊടുക്കേണ്ടത്. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. വ്യക്തിപരമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും അവഗണിക്കുക. വ്യക്തിപരമായി എന്ത് ചീത്തയും പറയട്ടെ, ഏത് നിലക്കും നമ്മെ അവഹേളിക്കട്ടെ, ഏത് നിലക്കും പരിഹസിക്കട്ടെ, അത് അവരുമായിട്ട് കൊണ്ടുപോകട്ടെ. അതേ അവസരത്തിൽ ആദർശത്തെ തൊട്ടുകളിക്കുന്നവരോട്, ആദർശത്തെ വികലമാക്കുന്നവരോട്, ആദർശത്തിൽ മായം കലർത്തുന്നവരോട് മറുപടി കൊടുക്കാതെ അടങ്ങി പിരിഞ്ഞു പോരാൻ പാടില്ല. ഇസ്ലാമിന്റെ തത്വം അതാണ്. എവിടെ പോയി മുഹമ്മദ് എന്ന ചോദ്യത്തിന്, അബൂ ഖുഹൈഫയുടെ മോനെവിടെ എന്ന ചോദ്യത്തിന്, എവിടെ പോയി ഖത്താബിന്റെ മോൻ എന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞ നബിതങ്ങൾ ഉഴുലുഹുബൽ എന്ന് കേട്ടപ്പോ കൊടുക്ക് മറുപടി എന്ന് പറഞ്ഞതില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദർശ രംഗത്താണ് ശക്തമായ പോരാട്ടം നടക്കേണ്ടത്. ഇന്നതല്ല. ആദർശം കൊണ്ട് തോൽക്കും എന്ന് വന്നാൽ, ആദർശം പാപ്പരാണെന്ന് മനസ്സിലായാൽ, ആദർശ രംഗത്ത് തങ്ങളുടെ ഉള്ളുകള്ളികൾ സമൂഹം മനസ്സിലാക്കി എന്ന് തെളിഞ്ഞാൽ, തങ്ങളുടെ ഇരട്ടത്താപ്പും തങ്ങളുടേതായ നിറം മാറ്റവും തങ്ങളുടേതായ വാക്കിന് സ്ഥിരതയില്ലായ്മയും സമൂഹം മനസ്സിലാക്കി തങ്ങളെ അവർ കൈയൊഴിക്കും എന്ന് കണ്ടാൽ, പിന്നെ പ്രതിയോഗിയെ വ്യക്തിപരമായി വിമർശിച്ച്, അയാളെ പരിഹാസ പേര് വിളിച്ച്, അയാളെ സംബന്ധിച്ച് മോശമായി സമൂഹത്തിന്റെ ഇടയിൽ പറഞ്ഞു വരത്തി, ആ നിലക്ക് വൈകാരികത ഇളക്കിവിടാനാണ് പലപ്പോഴും പല ആളുകളും ശ്രമിക്കാറുള്ളത്. അവിടെയൊക്കെ ഇസ്ലാമിക പ്രബോധകന്മാരോട് ഇസ്ലാമികൾ ഇതിൽ വലിയൊരു പാഠമുണ്ട്. വ്യക്തിപരമായിട്ട് എന്തും പറയട്ടെ, പക്ഷേ ആദർശത്തെ തൊട്ട് കളിച്ചാൽ, ആദർശപരമായി പറഞ്ഞാൽ അവിടെ പിന്നെ മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയൂല. അതിന് മറുപടി കൊടുക്കണം. അത് കേട്ടു പോരാൻ പാടില്ല. അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കണം. എന്ന് പറഞ്ഞപ്പോ അല്ലാഹു അഅ്ലാ വ അജൽ എന്ന് മറുപടി കൊടുത്തു. ലനൽ ഉസ്സ വലാ ഉസ്സാ ലക്കും എന്ന് പറഞ്ഞപ്പോ അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കാൻ സഹാബത്തിനോട് പറയുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ആ നിലക്കുള്ള ഒരു വെല്ലുവിളിയും സംസാരവും ഒക്കെ അവിടെ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അബൂ സുഫിയാൻ ഒരു വാക്ക് പറഞ്ഞു, അടുത്ത കൊല്ലം ബദറിൽ വീണ്ടും കാണാം. അബൂ സുഫിയാൻ നബി തങ്ങളെ വെല്ലുവിളിക്കുകയാണ്, അടുത്ത കൊല്ലം ബദറിൽ ഞങ്ങൾ ഇനിയും വരും, പോരാട്ടത്തിന് ഒരുങ്ങിയിരുന്നു കൊള്ളുക, നിങ്ങളെ ഞങ്ങൾ നശിപ്പിക്കും എന്ന് പറഞ്ഞ അബൂ സുഫിയാൻ വെല്ലുവിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. ശരി, നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ് എന്നും പറഞ്ഞ് ആ അബൂ സുഫിയാന്റെ വെല്ലുവിളിയും സ്വീകരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും മടങ്ങിപ്പോകുന്നതിന്റെ മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ബദറിന്റെ രണാങ്കണത്തിൽ പരതി നോക്കുമ്പോ ധാരാളക്കണക്കിന് സഹാബിമാര് വീണ് കിടക്കുന്നുണ്ട്. 70-ഓളം ആളുകളുണ്ട്. കൂട്ടത്തിൽ വളരെ ദാരുണമായ നിലക്ക് മൃതദേഹം അഥവാ ശരീരം, ശറഫാക്കപ്പെട്ട ശരീരം, ബഹുമാനപ്പെട്ട ഭൗതിക ശരീരം വികൃതമായി കിടക്കുന്ന ഒരുപാട് സഹാബിമാരുണ്ട്. ആരാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര 90ഓളം മുറിവുകൾ പറ്റിയിട്ടുള്ള സഹാബിമാരുണ്ട്. വിരൽ തുഞ്ചം മാത്രം കണ്ടിട്ട് ഒരു സഹോദരി തിരിച്ചറിഞ്ഞ ഒരു മയ്യത്തുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു നദർ, അദ്ദേഹത്തിന്റെ സഹോദരി റുബയ്യാണ് പറഞ്ഞത്, ഇതെന്റെ ഇക്കാക്കയാണ്, ഇതെന്റെ സഹോദരനാണ് എന്ന്. മുഖം അത്രക്കും വികൃതമായിരുന്നു. അതുപോലെ തന്നെ മുസ്അബ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു പോലെയുള്ള ഒട്ടേറെ ആളുകൾ അവിടെ പെടഞ്ഞു വീണ് മരിച്ചിരിക്കുകയാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യുകയാണ്. നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, ചരിത്രം നമ്മൾക്കറിയാം. അദ്ദേഹം ആരായിരുന്നു മുസ്അബ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്, രാവിലെ ഉടുത്ത വസ്ത്രം അദ്ദേഹം വൈകുന്നേരം ഉടുക്കാറില്ല.
മദീനയുടെ ഒരു ഭാഗത്ത് മുസ്അബ് റളിയല്ലാഹു അൻഹു ഇറങ്ങിയാൽ എത്രയോ കാതം അകലെ അദ്ദേഹം ഉപയോഗിച്ച പെർഫ്യൂം അടിച്ചു വീശുമായിരുന്നു. അത്രയും വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ വളർന്ന മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോ എല്ലാം മദീനയിൽ മക്കയിലിട്ട് പോരേണ്ടി വന്നില്ലേ? ആ മുസ്അബ് റളിയല്ലാഹു അൻഹു വഫാത്തായി നോക്കുമ്പോ ഉടുത്ത വസ്ത്രം മാത്രമേ ഉള്ളൂ, കഫൻ ചെയ്യാൻ തികയുന്നില്ല. കഫൻ ചെയ്യാൻ തികയൂല, തലമൂടിയ കാല് മറയൂല, കാലിലേക്ക് വസ്ത്രം നീട്ടി കാല് മറക്കാൻ നോക്കിയാ തലമറയൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം എന്തു പറഞ്ഞു? ഉള്ള വസ്ത്രം കൊണ്ട് തല മൂടിക്കൊണ്ട് കഫൻ ചെയ്യാനും അവസാനം ബാക്കി വരുന്ന ഭാഗത്ത് മദീനയിൽ ധാരാളമായി കിട്ടുന്ന ഇദ്ഖിർ എന്ന പേരിലുള്ള ഒരു പ്രത്യേകതരം ചെടിയുടെ ഇലകളുണ്ട്. ആ ചെടിയുടെ ഇലകൾ കൊണ്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം പുതിയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വലിയ സമ്പന്നതയുണ്ടായിരുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹു അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കിയവരാണ്. നമ്മൾ എന്തൊഴിവാക്കി? എല്ലാം ഒഴിവാക്കണ്ട. അള്ളാഹുവിന്റെ ആദർശത്തിന് വേണ്ടി, ദീനിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെലവഴിച്ചോ, എന്തെങ്കിലും ഒന്ന് സഹായിച്ചോ, എന്തെങ്കിലും ഒരു ത്യാഗം സഹിച്ചോ? ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ ഇറങ്ങുമ്പോ ആരെങ്കിലും ഒന്ന് പരിഹസിച്ചാൽ, ആരെങ്കിലും ഒരു കുത്തുവാക്ക് പറഞ്ഞാൽ, ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട് മുഖം കറുപ്പിച്ച് സംസാരിച്ചാൽ, താൻ ഇഷ്ടപ്പെടുന്ന, താൻ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ കൈവടിഞ്ഞു എന്ന് കണ്ടാൽ അവർക്കൊക്കെ വേണ്ടി ആദർശത്തെ പണയപ്പെടുത്തി അവരുടെ തൃപ്തിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ആദർശത്തെ മാറ്റിവെക്കുന്ന സമൂഹം, ആ സമൂഹത്തിലെ മെമ്പർമാരാണ് നമ്മൾ ആലോചിക്കുക. വഹദീങ്ങളെ കുറിച്ച് പറയുമ്പോ, മഹാന്മാരായ സഹാബത്തിനെ കുറിച്ച് പറയുമ്പോ അവരൊക്കെ ദീനിന് വേണ്ടി സമർപ്പിച്ചു പോയിട്ടുള്ള സേവനങ്ങളെ നമ്മുടേതായ ജീവിതവുമായി നാം തട്ടിച്ചു നോക്കുക. 1000 മൈലെത്താൻ യോഗ്യതയില്ലാത്ത നമ്മൾ എന്ത് സഹിച്ചു ദീനിന് വേണ്ടി, എന്ത് സഹിച്ചു അല്ലാഹുവിന്റെ ഈ ദീനിന് വേണ്ടി? വഹദീങ്ങളും ബദരീങ്ങളും ഒക്കെ പോരാടി ഇവിടെ നിലനിർത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തെ സഹജീവികളിലേക്ക് പകർന്നു കൊടുക്കാൻ, ഇസ്ലാം മനസ്സിലാക്കിയിട്ടില്ലാത്തവരിലേക്ക്, തെറ്റിദ്ധരിച്ചവരിലേക്ക് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളെ പറഞ്ഞു പരിചയപ്പെടുത്താൻ, എത്തിക്കാൻ, അതിന്റെ പ്രചാരകരാവാൻ, പ്രബോധകരാകാൻ, പ്രിയമുള്ളവരെ, അല്പമെങ്കിലും നമ്മളൊക്കെ ത്യാഗം സഹിച്ചിട്ടുണ്ടോ? നമ്മുടെ കാര്യം ഓർത്തുകൊണ്ട് നമ്മൾ ലജ്ജിക്കുക, അള്ളാഹുവിനോട് നാം തേടുക. അള്ളാഹുവേ, മരണത്തിന്റെ മുമ്പ് നിന്റെ ആദർശത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആവുന്നത് ചെയ്യാനുള്ള ആഫിയത്തും മനക്കരുത്തും ധൈര്യവും സ്ഥൈര്യവും നീ നൽകി അനുഗ്രഹിക്കണേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി നാം തേടേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ ഒരു രംഗമുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക, അതെ, സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ കരഞ്ഞുപോയി. പക്ഷെ ആ കരച്ചിലധികം നീണ്ടു നിന്നില്ല. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെ, സഹനം, ക്ഷമ, ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഇസ്ലാമികമായ വിധിവിലക്കുകളെ ലംഘിക്കുന്ന നിലക്ക് ഒന്നും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ആ നിലക്ക് അവിടുന്ന് ഏറെ സഹിച്ച പ്രവാചകനാണ്. അവിടുത്തെ നേതൃത്വത്തിൽ വഹദീങ്ങളെ അവിടെ തന്നെ ഖബറടക്കുകയാണ്. വഹദിൽ ഷഹീദായ ആളുകളെ പലരെയും മദീനയിലേക്കുമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കുടുംബങ്ങൾ പലരും മയ്യത്തുകൾ ചുമന്ന് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി, പാടില്ല. ശുഹദാവ് മരിച്ചു വീണിടത്ത് തന്നെ, അഥവാ അവിടെ തന്നെ അവരെ ഖബറടക്കുകയാണ്. 70-ഓളം ആളുകളുണ്ട് ഒരു ഖബറിൽ തന്നെ. 70-ഓളം ഖബറൊന്നും കുഴിക്കാൻ കഴിയില്ലല്ലോ. വളരെ ക്ഷീണിതരാണ്, വളരെ പ്രയാസത്തിലാണ്, മുറിവുകൾ പറ്റിയ സഹാബിമാരാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു, കുറച്ച് ഖബറുകൾ കുഴിക്കാൻ ഓർഡർ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേതൃത്വത്തിൽ വഹദിൽ ഷഹീദായ ശുഹദാക്കളെ അവിടെ അടക്കുകയാണ്. ഒന്നിലധികം ആളുകളെ ഒരേ ഖബറിൽ തന്നെ മറമാടി. 1, 2, 3 ഒക്കെ ആളുകളെ ഒരൊറ്റ ഖബറിൽ തന്നെ മറമാടുകയാണ്. അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ ഒരു ഖബറിൽ തന്നെ ധാരാളം ആളുകളെ മറമാടാം എന്ന ഈ ചരിത്രത്തിന്റെ, ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലോകത്തുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു നിയമമായി കൊണ്ട് പറഞ്ഞത്. അങ്ങനെ ഉഹദീങ്ങളെ 2, 3 ഒക്കെ ആളുകളെ ഒരൊറ്റ ഖബറിൽ തന്നെ മറമാടുമ്പോൾ ആ ഭൗതിക ശരീരങ്ങൾ ഖബറിലേക്ക് താഴ്ത്തുന്നവരോട്, സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു, ആരെയാണ് ആദ്യം ഖബറിലേക്ക് വെക്കേണ്ടത്, ആർക്ക് മുൻഗണന കൊടുക്കണം?
നബി തങ്ങൾ പറഞ്ഞു, ഏറ്റവും ഖുർആൻ മനഃപ്പാഠമുള്ള ആളുകളെ ആദ്യം ഖബറിൽ വെക്കുക. ഏറ്റവും കൂടുതൽ ഖുർആൻ മനഃപ്പാഠമുള്ള ഹാഫിളുകളെ ആദ്യം ഖബറിൽ വെക്കുക. പിന്നെ അതിനേക്കാൾ കൂടുതൽ ഹിഫ്ള് ആർക്കാണുള്ളതെങ്കിൽ അവരെ വെക്കുക. പിന്നെ അതിൽ കുറഞ്ഞ ആളുകളെ, ഇങ്ങനെ ഏറ്റവും ഹിഫ്ളുള്ളവരെ മുമ്പിൽ മുമ്പിൽ മുമ്പിൽ, കുറഞ്ഞവരെ അടുത്തടുത്ത്. ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തെ മനസ്സിലാക്കി തരുന്ന നിലക്ക് ഖബറിൽ അവരുടെ സ്ഥാനം ആദ്യം ഓരോരുത്തർക്കും എങ്ങനെ നൽകണം എന്ന നിലക്ക് ഖബറിൽ അവരെ വെച്ചു. അവരുടെ രക്തത്തിലായി കൊണ്ട് തന്നെ, കുളിപ്പിക്കാതെ നമസ്കരിക്കാതെ തന്നെ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഷഹീദ് അലാ ഹൗലായി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇവർക്കൊക്കെ സാക്ഷിയായിട്ട് ഞാൻ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുളിപ്പിക്കാതെ അവരെ അങ്ങനെ തന്നെ അവരെ ഖബറിൽ വെച്ചു. ഷഹീദിന്റെ രക്തം, ആ രക്തക്കറ മഹ്ശറിലേക്ക് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു വരുമ്പോ, ഖബറിൽ നിന്ന് ഷഹീദുകൾ എഴുന്നേറ്റ് പോകുമ്പോ, ആ രക്തത്തിന്റെ പാടുകളും മുറിപ്പാടുകളുമായി കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവര് പോകുമ്പോ, ആ മുറിപ്പാടുകളിൽ നിന്ന്, രക്തങ്ങളിൽ നിന്ന് കസ്തൂരി അടിച്ചു വീശുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി സേവനം സമർപ്പിച്ച് ആ മഹാരഥന്മാരെ ഖബറടക്കം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും മടങ്ങുമ്പോ ശത്രുക്കളായ ആളുകളിൽ നിന്ന് പലരും പരിഹസിക്കാൻ തുടങ്ങി. മുനാഫിക്കുകൾ പലരും പറയാൻ തുടങ്ങി. മദീനയിൽ എത്തിയപ്പോഴും ആ പറയൽ അവര് പിന്നെയും മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നു. കണ്ടോ, മുഹമ്മദിന്റെ കൂടെ കൂടി ഒരുപാട് ആളുകൾ ഇപ്പൊ ജീവൻ പോയി, കൊല്ലപ്പെട്ടില്ലേ, അവർക്ക് പോയില്ലേ, അവരുടെ കുടുംബങ്ങൾക്ക് പോയില്ലേ, അവർക്കെല്ലാം നഷ്ടമായില്ലേ, എന്തേ അതുകൊണ്ട് അവർക്ക് കാര്യമുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കൾക്കുള്ള വമ്പിച്ച പ്രതിഫലത്തെ കുറിച്ച് അടിക്കടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ വിചാരിക്കരുത്, അംവാതാ, അവരെ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്ന് വിചാരിക്കണ്ട. അവര് ഭൗതികമായി മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവരവരുടെ റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. യുർസഖൂന, വെറും ജീവിതമല്ല, അവർക്ക് ആഹാരവും നൽകപ്പെടുന്നുണ്ട്. ഖുർആൻ സൂറത്ത് ആല ഇംറാനിൽ കൃത്യമായി തന്നെ പഠിപ്പിച്ചു. മാത്രമല്ല ഫരിഹീന, അവര് വളരെ സന്തോഷിച്ച് കഴിഞ്ഞുകൂടുകയാണ്. ശുഹദാക്കൾ വളരെ സന്തോഷത്തിലാണ്. അതേ, അവരുടെ ബർസഖിയായ ലോകത്തവര് സന്തോഷത്തിലാണ്. ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹ് അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് കൊടുത്തതുകൊണ്ട് അവർക്ക് അള്ളാന്റെ ഫദ്ൽ ഒരുപാട് വാരിക്കോരി കിട്ടുകയാണ്. അതേ, സ്വർഗീയ സുഖങ്ങളല്ലേ, അതുകൊണ്ട് അവര് സന്തോഷിക്കുന്നു. വയസ്തബ്ശിറൂന, അവര് സന്തോഷം കൊള്ളുന്നവരാണ്. ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലായിക്കൊണ്ട് അവരിലേക്ക് ഇപ്പോൾ വന്നു ചേർന്നിട്ടില്ലാത്ത ദുന്യാവിൽ ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള വിശ്വാസികളെ കുറിച്ചും അവര് സന്തോഷത്തിലാണ്. എന്താ കാരണം? അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇനിയുള്ള മോമിനീങ്ങളും യുദ്ധം ചെയ്ത് ഷഹീദുകളായിട്ട് ആഖിറത്തിലേക്ക് വന്നാല് അവർക്കൊക്കെ കിട്ടാൻ പോകുന്ന സൗഭാഗ്യം എത്രയാണ്. അവർക്കൊന്നും ഒരു പേടിയും വേണ്ടല്ലോ, ഒരു സങ്കടവും വേണ്ടല്ലോ എന്നതൊക്കെ ഓർത്തുകൊണ്ട് ഇപ്പൊ ഷഹീദുകളായ ശുഹദാക്കൾ അല്ലാഹുവിന്റെ അടുക്കൽ വളരെ സന്തോഷം കൊള്ളുകയാണ്. യസ്തബ്ശിറൂന, അവര് സന്തോഷം കൊള്ളുന്നു. ബിനിഅമത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള നിഅമത്ത് കൊണ്ട് അവര് സന്തോഷം കൊള്ളുകയാണ്. വഫദ്ലിൻ, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവര് സന്തോഷം കൊള്ളുകയാണ്. അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ലാ യുളീഉ അജ്റൽ മുഅ്മിനീൻ, ഈമാനുള്ളവരുടെ കൂലി അല്ലാഹു ഒരിക്കലും പാഴാക്കുന്നതല്ല കേട്ടോ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ കുടുംബങ്ങളെ അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. കുടുംബങ്ങൾ നഷ്ടപ്പെട്ട, ബാപ്പ നഷ്ടപ്പെട്ട മക്കൾ, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാർ, അതേ പലരും ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾ, അവരെ നോക്കിക്കൊണ്ട് ശത്രുക്കൾ പലതും പറയുമ്പോ മഹാനായ നബി തങ്ങൾ അവരങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. സ്വർഗത്തിലതാ ശുഹദാക്കളുടെ ആത്മാക്കൾ
ശുഹദായിന്റെ ആത്മാക്കൾ സ്വർഗത്തിൽ പാറിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചവർണ്ണത്തിലുള്ള ഒരു കിളികളുടെ രൂപത്തിൽ. അതേ, അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായി തൂക്കിയിടപ്പെട്ട ചില പ്രത്യേകമായ വിളക്കുമാടങ്ങളിൽ, തൂക്കുവിളക്കുകളിൽ അവരുടെ ആത്മാക്കൾ പാറിക്കളിക്കുന്നു. സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ എവിടെയും അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദായിനെ കുറിച്ച് വർണ്ണിച്ചു കൊണ്ടിരുന്നു. മാത്രമല്ല, ബാപ്പ നഷ്ടപ്പെട്ട മകനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിഷമിക്കണ്ട മോനെ, വിഷമിക്കണ്ട, മലക്കുകൾ കൊണ്ടുപോയിട്ടുണ്ട്. മലക്കുകൾ ആ ജഡത്തിന്, ആ ഭൗതികമായ ശരീരത്തിനതാ തണൽ വിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഖബറിൽ വെക്കുന്നതിന്റെ മുമ്പുള്ള പിതാവിന്റെ ശരീരം നോക്കിയിട്ട് വിങ്ങിപ്പൊട്ടിയ മകനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മോനെ ഒട്ടും വിഷമിക്കരുത്, ഒട്ടും വിഷമിക്കരുത്. ബാപ്പയുടെ ശറഫാക്കപ്പെട്ട ശരീരം ഇതാ മലായിക്കത്തുകൾ അവരുടെ ചിറകുകൾ കൊണ്ട് തണൽ വിരിച്ചുകൊണ്ടിരിക്കുന്ന നേരമാണിത്. അത്യുന്നതമായ പദവിയിലേക്കാണ് ഉപ്പ പോയിട്ടുള്ളത് എന്ന് മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ശുഹദായിന്റെ ജീവിതം, ശുഹദാക്കൾ ജീവിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് പലരും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. ശുഹദാക്കൾ ജീവിച്ചിരിക്കുന്നു, അവർ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഈ ലോകത്തവർക്ക് സ്വാഭാവിക മരണം സംഭവിച്ചിട്ടില്ല എന്നാണോ? ഒരിക്കലുമല്ല. ശുഹദാക്കളും ഈ ലോകത്ത് വെച്ചുള്ള സ്വാഭാവിക മരണം അവർ വരിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അത്യുന്നതമായ പദവിയിൽ അവർ ജീവിച്ചിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണവും കിട്ടുന്നുണ്ട്. നമുക്ക് പരിചിതമായ ഒരു ഭൗതിക ജീവിതമല്ല, പ്രത്യേക തരത്തിലുള്ള ഒരു ജീവിതമാണ് അവരവിടെ ജീവിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ ജീവിതം എന്ന് നമുക്കറിയില്ല. അള്ളാന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ട്, അവർക്ക് റിസ്ക്കും കിട്ടുന്നുണ്ട്, അവർക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവരുടെ ആ ജീവിതത്തോട് യോജിച്ച ഒരാഹാര സമ്പ്രദായമായിരിക്കും എന്ന് വിശ്വസിക്കാനല്ലാതെ നിവൃത്തിയില്ല. മാത്രമല്ല, അള്ളാഹ് അവരെ കുറിച്ച് പറഞ്ഞത്, അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അവര് വളരെയേറെ സന്തുഷ്ടരായിരിക്കും. വരാനുള്ളവരെ ഓർത്ത് ഇനി അവരിലേക്ക് വന്നു ചേരാത്ത, ഇപ്പോൾ വന്നു ചേർന്നിട്ടില്ലാത്ത സമരരംഗത്തുള്ള ആളുകളുടെ കാര്യത്തിലും അവർ വല്ലാത്ത സന്തോഷത്തിലായിരിക്കും എന്നാണ്. ഇതാണ് ശുഹദായിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ സാന്ദർഭികമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ശുഹദായിനെ കുറിച്ച് ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പലരും പലതും പ്രചരിപ്പിക്കുന്നുണ്ട്. മഹാന്മാരായ ശുഹദാക്കൾ അവര് മരിച്ചു പോയിട്ടില്ല, അവരിവിടെ തന്നെയുണ്ട്. നമ്മൾ വിളിക്കുന്നിടത്ത് അവർ സഹായത്തിനെത്തും. അതുകൊണ്ട് ബദരീങ്ങളെ, വഹദീങ്ങളെ, ശുഹദാക്കളെ എന്ന് വിളിച്ചാൽ, ബദർ ശുഹദാക്കളും വഹദ് ശുഹദാക്കളും ഒക്കെ ഭൂമിയിൽ അവരുദ്ദേശിക്കുന്നിടത്ത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ വെച്ച് അവരെ വിളിച്ചാലും ആ വിളി അവര് കേട്ട് അവര് നമ്മുടെ സമീപത്ത് നമ്മെ സഹായിക്കാൻ ഓടിയെത്തും എന്നാണ് സമൂഹത്തോട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, മഹാന്മാരായ ശുഹദായിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നാണോ? ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ അവർക്ക് യുർസഖൂന, റിസ്ഖും നൽകപ്പെടുന്നുണ്ട്. പക്ഷേ അതിന്റെ രൂപം എങ്ങനെ, എന്താണ് അതിന്റെ രീതി എന്ന് നമുക്കറിയില്ല. അവർ വളരെ സന്തോഷത്തിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ അവർ കഴിയുകയാണ്. നമ്മുടെ വിളി അവർ കേൾക്കുന്നില്ല, നമുക്ക് അവർ ഉത്തരം ചെയ്യില്ല. നാം വിളിച്ചാൽ അവർ സഹായത്തിന് എത്തൂല. ഭൂമിയിൽ അവർ ഉദ്ദേശിക്കുന്നിടത്തേക്ക് വരാനും അവർക്ക് കഴിയൂല. കാരണം അള്ളാന്റെ തീരുമാനമാണ്, ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ ഇനി ഇങ്ങോട്ട് മടങ്ങി വരുന്ന പ്രശ്നമില്ല. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ ശുഹദാക്കൾ അവരാഗ്രഹിക്കുന്ന ആഗ്രഹം പോലും, ദുന്യാവിലേക്കൊന്ന് മടങ്ങി വരണം എന്ന ആഗ്രഹം പോലും നടപ്പില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു സംഭവം തിർമിദിയിലും ഇബ്നു മാജയിലും ഇബ്നു ഹിബ്ബാനിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമുക്ക് കാണാം. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്. ജാബിർ എന്ന് പറഞ്ഞ ആരാ? അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ജാബിർ, രണ്ടാളും സമരരംഗത്ത്, അതേ സമരത്തിന് പോകുന്നയാളാണ്. ജാബിർ റളിയല്ലാഹു അൻഹു വഹദ് യുദ്ധത്തിന് പോയിട്ടില്ലായിരുന്നു.
അതിന് കാരണമുണ്ട്, ഞാൻ ശേഷം വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കി പറയട്ടെ, അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ആ യുദ്ധത്തിൽ വധിക്കപ്പെടുകയാണ്. ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാന്റെ റസൂല് ഒരു ദിവസം എന്നെ ഇങ്ങനെ നോക്കി, എന്നെ നോക്കിയിട്ട് ചോദിച്ചു, യാ ജാബിർ, ജാബിറെ മാലി യറാക മുഹ്തമ്മ, എന്താ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നു? ഇതൊക്കെ കഴിഞ്ഞു കുറെ കാലത്തിന് ശേഷം അള്ളാന്റെ റസൂൽ എന്നോട് ചോദിച്ചു, എന്താണ് ഇത്ര സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഖാല, അപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ബാപ്പ ഷഹീദായല്ലോ യുദ്ധത്തിൽ. വതറക ദൈനൻ വഇയാല, എന്റെ ബാപ്പ ഒരുപാട് കടങ്ങൾ ബാക്കി വെച്ചിട്ടാ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറെ സഹോദരിമാരുണ്ട് എനിക്ക്. ആ കുടുംബ പ്രാരാബ്ധവും ബാക്കിയിട്ടുകൊണ്ടാണ് എന്റെ ബാപ്പ പോയിട്ടുള്ളത്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക, നിന്നോടൊരു കാര്യം പറയട്ടെ ജാബിറെ, ബാപ്പയെ ഓർത്തുകൊണ്ട് വിഷമിക്കണ്ട. അല്ലാഹു നേരിട്ട് ബാപ്പയുമായി സംസാരിച്ചു കഴിഞ്ഞു. എന്താ ചോദിച്ചത്? സൽനി ഉഅ്തിക്, ചോദിച്ചോ എന്നോട്, ഞാൻ നിനക്ക് തരാമെന്ന് ബാപ്പയോട് അല്ലാഹു തആല പറഞ്ഞു. ഫഖാല, അപ്പൊ ബാപ്പ അള്ളാഹിനോട് ചോദിച്ചു, അസ്അലുക, അതേ ഷഹീദായി അള്ളാന്റെ അടുക്കൽ എത്തിയിട്ടുള്ള ബാപ്പ റബ്ബിനോട് ചോദിച്ചു, അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻ ഉറദ്ദ ഇല ദുനിയാ, എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കൂ, ഞാൻ ഒന്നും കൂടി ഈ ലോകത്തേക്ക് ഒന്ന് പോട്ടെ. ബാപ്പ അള്ളാന്റെ റസൂല് പറയാണ്, അബ്ദുള്ള റളിയല്ലാഹു അൻഹു അള്ളാഹിനോട് ചോദിച്ചു, എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കുമോ? എന്തിനാ? പോയിട്ട് ഒന്നും കൂടി സുഖിച്ച് ജീവിച്ചു പോരാനൊന്നുമല്ല. ഫൗഖതല ഫീക സാനിയ, രണ്ടാമതും ഞാൻ കൊല്ലപ്പെടണം, ഇനിയും പോകണം, ഇനിയും അല്ലാഹ് നിന്റെ മാർഗത്തിൽ ശത്രുവുമായി പോരടിക്കണം, എന്നിട്ട് ഞാൻ കൊല്ലപ്പെടണം, ഞാൻ ഷഹീദാവണം. ഷഹീദുകൾക്കുള്ള കൂലി ആളുകളോട് എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. അത്രത്തോളം അതിന്റെ മഹത്വമുണ്ടെന്ന് അനുഭവിച്ച ഞാൻ അതൊന്ന് എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കണം. ഫഖാല റബ്ബു അസ്സ വജല്ല, അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു സബഖ മിന്നിൽ ഖൗൽ, എന്റെ വാക്ക് മുൻകടന്നിട്ടുണ്ട്, അന്നഹും ഇലൈഹാ ലാ യുർജഊൻ, ഇന്നഹും ഇലൈഹാ ലാ യുർജഊൻ, അതെ, ഇനി ദുനിയാവിലേക്ക് അവർ മടക്കപ്പെടുന്നതല്ല. ഷഹീദുകളോട് പോലും അള്ളാന്റെ കൽപ്പന എന്താണ്? ഇവിടെ എത്തിയവര് ഷഹീദിനി ദുനിയാവിലേക്ക് മടക്കപ്പെടൂല, ദുനിയാവിലേക്ക് പോകാൻ അവസരം ഇനി കിട്ടൂല എന്ന് മനസ്സിലായി. ആർക്ക്? അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്. ഷഹീദായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായപ്പോ മഹാനവറുകൾ അള്ളാഹിനോട് വീണ്ടും ചോദിച്ചു, ഐ റബ്ബി, എന്റെ റബ്ബേ, എങ്കിൽ ഫൗബല്ലിഗു മൻ വറായി, എന്റെ ബാക്കിലുള്ള ആളുകൾക്ക് ഞാനിതൊന്ന് എത്തിച്ചു കൊടുത്തോട്ടെ, ഞാൻ അവർക്കിതൊന്ന് എത്തിച്ചു കൊടുക്കാൻ എന്താ മാർഗം? പുണ്യം, ഷഹീദുകൾക്കുള്ള കൂലി, ഷഹീദായാൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലുള്ള മഹത്വം ഒക്കെ അറിയിച്ചു കൊടുക്കാൻ എന്താ വഴി? ഫഅൻസലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പറഞ്ഞു, ഞാൻ അറിയിക്കും. അങ്ങനെയാണ് ആയത്തിറക്കിയത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതെ, അത് ഞാൻ അവരെ അറിയിച്ചോളാം. വിധങ്ങൾക്ക് അത് വഹിയായിട്ട് ജിബ്രീലിലൂടെ എത്തിച്ചു കൊടുത്തു, ലോകത്തിന്റെ മുമ്പിൽ അത് അറിയിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാം, എന്തിനായി സംഭവം പറഞ്ഞത്? ശുഹദാക്കളുടെ ഒരാഗ്രഹം, ഒന്നും കൂടി ദുന്യാവിൽക്കൊന്ന് പോയിട്ടൊന്ന് മടങ്ങിപ്പോയിട്ടൊന്ന് യുദ്ധം ചെയ്യട്ടെ, എന്നിട്ട് വീണ്ടും ഷഹീദായി വരട്ടെ എന്ന് പറയുമ്പോ അള്ളാഹ് കൊടുക്കുന്ന മറുപടിയുണ്ട്, ഇനി അങ്ങോട്ട് ദുന്യാവിലേക്ക് മടക്കപ്പെടൂല എന്നുള്ളതിന്റെ തീരുമാനാണ്, അത് നിങ്ങൾക്കും ബാധകമാണ്. അങ്ങനെ അള്ളാഹു അങ്ങനെ പറയുമെന്ന് പറഞ്ഞു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ സംഭവം തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഇത്ര പച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് ഇപ്പോഴും പറയാണ് സമൂഹത്തോട്, ശുഹദാക്കളുടെ ശുഹദാക്കളൊക്കെ ഭൂമിയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നേ, യസീറു ഹൈസു ശാത്, അതെ, അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, എവിടെയോ ഉദ്ദേശിക്കുന്നവർക്ക്, അവരെ വിളിച്ച് സഹായം തേടുന്നവർക്ക് അവര് സഹായത്തിനെത്തും എന്ന് പറഞ്ഞു ബദർമാലയിലും ബദർ മൗലിദിലും വഹദ് മൗലിദിലും ഒക്കെ കുറെ കെട്ടുകഥകൾ വരെ ഈ വിഷയത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്.
ശത്രുവിന്റേതായ അക്രമത്തിന്റെ സമയത്ത് ബദരീങ്ങളെ മുഹീദ്ദീൻ ശൈഖ് എന്നൊക്കെ വിളിച്ചപ്പോ പച്ച കുതിരപ്പുറത്ത് വാളും ഏന്തിക്കൊണ്ട് മുഹീദ്ദീൻ ശൈഖും ബദരീങ്ങളും ഒക്കെ വന്ന് സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കഥകൾ ബദർ മൗലീദിലും ഉഹദ് മൗലീദിലും ഒക്കെ മുഹീദ്ദീൻ മൗലൂദിലും ഒക്കെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, മഹാന്മാരായ ശുഹദാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല. നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കില്ല, അവര് നമ്മെ സഹായിക്കില്ല. അവര് അത്യുന്നതമായ പദവിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ വമ്പിച്ച സുഖ സൗകര്യങ്ങളോടെ അവര് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവര് നമ്മെ വിളിച്ച് സഹായത്തിന് അവരോട് സഹായം അഭ്യർത്ഥിച്ചാൽ ആ സഹായിക്കാൻ അള്ളാഹു അവർക്ക് അതിനോട് ഓർഡർ കൊടുക്കുകയോ അള്ളാഹു അവരെ അത് കേൾപ്പിക്കുകയോ ആ രൂപത്തിൽ അവരെ അള്ളാഹു ഏൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശുഹദാഇനെ വിലയിടിച്ച് കാണിക്കലല്ല, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലും ശുഹദാഇന് അള്ളാഹു നൽകിയ ആ പ്രത്യേകമായ സ്ഥാനത്ത് അവരെ ഇരുത്തലും അവരെ ആദരിക്കലും അവരെ സ്നേഹിക്കലും അവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അരക്കിട്ടുറപ്പിച്ചിട്ടുള്ള ആദർശത്തെ സഹായിക്കലും മാത്രമാണ് എന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ശരി സുഹൃത്തുക്കളെ, വമ്പിച്ച വിനകൾ മുസ്ലിം സമൂഹത്തിന് വരുത്തി വെച്ചുകൊണ്ടാണല്ലോ ശത്രുക്കൾ യുദ്ധക്കളം വിട്ടുപോയത്. ആ അവസരത്തിൽ അഹങ്കാരം കൊണ്ട് വേഗം സ്ഥലം വിട്ട മുശ്രിക്കുകൾ ഒരുപക്ഷേ അള്ളാന്റെ റസൂല് മനസ്സിലൊരാശങ്ക, നബിതങ്ങളുടെ മനസ്സിലൊരു ആശങ്കയുണ്ടായിരുന്നു. അതെന്താ? മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച വിനകൾ വരുത്തി വെച്ച് അഹങ്കാരത്തോടെ പെട്ടെന്ന് സ്ഥലം വിട്ട മുശ്രിക്കുകൾ ഒരുപക്ഷേ ഖേദം തോന്നിയിട്ട് വീണ്ടും തിരിച്ചു വന്നേക്കും. വാസ്തവത്തിൽ അവരാ യുദ്ധം ജയിച്ചപ്പോ മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടില്ല? വളരെ ദുർബലരായി എവിടെ കഴിയുന്ന ബാക്കിയുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ കൊല്ലാമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് മദീനയിലേക്ക് ഒരു അറ്റാക്ക് നടത്തി എരച്ച് കയറി മദീനയെ പിടിച്ചടക്കാമായിരുന്നു എന്നവർക്ക് തോന്നിയില്ല. അവർ അള്ളാന്റെ ഒരു സഹായമായിരുന്നു. അവരെന്താ ചെയ്തത്? എവിടെടാ അബൂബക്കർ, എവിടെടാ ഉമർ, എവിടെ മുഹമ്മദ് എന്നൊക്കെ ചോദിച്ച് വീരവാദം മുഴക്കിയാണ് തിരിച്ചു പോവുക ചെയ്തത്. അവർക്കിടയിൽ തന്നെ സംസാരം ഉണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ തിരിച്ചുപോയ ശത്രുക്കൾക്കിടയിൽ സംസാരം ഉണ്ടായി. നമ്മൾ എന്ത് പണിയാ ചെയ്തത്? യുദ്ധം ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് വീരവാദമൊക്കെ മുഴക്കി പോന്നു എന്നല്ലാതെ അവരുടെ പല നേതാക്കളോട് ബാക്കിയല്ലേ? ആ നേതാക്കന്മാര് മദീനത്ത് പോയാൽ ഇനിയും നമുക്കെതിരെ ആളെ കൂട്ടി വരൂലേ? അതുകൊണ്ട് മദീന അറ്റാക്ക് ചെയ്യണം എന്നവര് തീരുമാനിച്ചു. ഉള്ളിൽ അവരുടെ തീരുമാനം ഉണ്ടായി. നബി ആശങ്കിച്ചതുപോലെ സംഭവിക്കാണ്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നമ്മൾ മനസ്സിലാക്കണം കേട്ടോ ഈ രംഗം. ഒരുപാട് മുറിവുകൾ പറ്റി ചോരയൊഴുകുന്ന കൈകാലുകളുമായി തളർന്ന അവശരായ സഹാബത്തിനെയും കൊണ്ട് നബി തങ്ങൾ മടങ്ങുമ്പോഴാണ് ഈ ആശങ്ക മനസ്സിൽ തോന്നുന്നത്. പിറ്റേ ദിവസം, യുദ്ധം കഴിഞ്ഞ് പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, ശത്രുക്കൾ നമ്മെ പിന്തുടരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒന്നും കൂടി പോവല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാം കഴിഞ്ഞ് പരാജയപ്പെട്ട് മുറിയും പറ്റിയിട്ട് പോകുമ്പോഴാണ് അള്ളാന്റെ റസൂലിന്റെ മനസ്സിലൊരു ആശങ്ക. പോയ ശത്രു അടങ്ങിയിരിക്കൂല, തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരുങ്ങണം. മുസ്ലിം വീര്യം നശിച്ചിട്ടില്ല എന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്തണം, അവരിൽ പേടി ഉണ്ടാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് എന്റെ കൂടെ വരണം. അടുത്ത ഒരു യുദ്ധത്തിനുള്ള പുറപ്പാട്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ച് പിറ്റേന്ന് പോകുന്നേ ഉള്ളൂ. ആ സമയത്ത് അള്ളാന്റെ റസൂൽ ക്ഷണിക്കുന്നത്, വരൂ. ആരെയാ വിളിക്കുന്നത്? ഉഹദിൽ പങ്കെടുത്തവരല്ലാത്ത ആരും തന്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞു. ഉഹദിൽ പങ്കെടുത്തവര് മാത്രം വന്നാ മതി, പുറത്തുനിന്നുള്ള ആരും വേണ്ട. അങ്ങനെ ഉഹദിൽ പങ്കെടുത്തവരായ സഹാബികൾ ക്ഷണം സ്വീകരിച്ചു, തയ്യാറായി നബിയുടെ കൂടെ വന്നു. പ്രത്യേക അനുമതി നേടിക്കൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവും പങ്കെടുത്തു. അതാണ് ഞാൻ ജാബിർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആരും എന്റെ കൂടെ പോരണ്ടാന്നാണ് അള്ളാന്റെ റസൂലിന്റെ ഓർഡർ. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല, എന്നാൽ എന്നെ ഇതിന് കൊണ്ടുപോകണം. ഞാൻ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്റെ കാരണത്താലല്ല. എന്റെ ബാപ്പ അബ്ദുള്ള, ഞാൻ ആകെ ഒരു ആങ്ങളയേ ഉള്ളൂ എന്റെ 7 പെങ്ങന്മാർക്ക്. എന്റെ 7 പെങ്ങന്മാർക്ക് ഞാനൊരാങ്ങള മാത്രമാണുള്ളത്. ആ 7 പെങ്ങന്മാർക്ക് ഞാനും എന്റെ ബാപ്പയുമാണ് സഹായത്തിനുണ്ടായിരുന്നത്. ബാപ്പ യുദ്ധത്തിന് പോകുമ്പോ എന്നോട് പറഞ്ഞതാണ്, മോനെ, ഈ പെങ്ങന്മാരുടെ കാര്യം നോക്കിയിട്ട് നീ വീട്ടിലിരുന്നോ, ഉപ്പ പോയിക്കോളാ യുദ്ധത്തിന് എന്ന് പറഞ്ഞ് എന്റെ ബാപ്പ ഉഹദ് യുദ്ധത്തിലേക്ക് പോയതാണ്. ആ ബാപ്പ ഇന്ന് ഷഹീദായിട്ടുണ്ട്. എന്റെ സഹോദരിമാരായ ആ സ്ത്രീകളെ നോക്കുവാനായി
ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി എനിക്ക് ക്ഷമയില്ല, ഞാനും അങ്ങയുടെ കൂടെ പോരുകയാണ്. ഉഹദിലോ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ഇതിലെനിക്ക് പങ്കെടുക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പ്രത്യേക അനുമതി കൊടുത്ത് ഉഹദിൽ പങ്കെടുക്കാത്ത ജാബിർ റളിയല്ലാഹു അൻഹുവും നബി തങ്ങളുടെ കൂടെ, സഹാബത്തിന്റെ കൂടെ നീങ്ങുകയാണ്. അങ്ങനെ നബിയും സഹാബത്തും മദീനയിൽ നിന്നും മക്ക റൂട്ടിലേക്കുള്ള വഴിയിൽ 8 മൈൽ ദൂരെ പോയാൽ ഹംറാഉൽ അസദ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തമ്പടിച്ചു. അവിടെ ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊഹിച്ചത് ശരിയായിരുന്നു. എന്താ കാരണം? യുദ്ധത്തിൽ വിജയിച്ചതിനെ തുടർന്ന് മദീനയിൽ കടന്ന് അറ്റാക്ക് നടത്താതെ വേഗം മടങ്ങിയതിൽ വഴിമധ്യേ വെച്ച് ശത്രുക്കൾക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. നമ്മളൊരു ചാൻസ് നശിപ്പിച്ചു, മദീനകാരി അറ്റാക്ക് ചെയ്യണം. അങ്ങനെ പിന്നോക്കം തിരിച്ചു വരാൻ വേണ്ടി അവർ ഒരുങ്ങിയിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സംഘത്തിന്റെയും ഈ വരവ് അബൂ സുഫിയാൻ അറിയുന്നത്. അപ്പൊ അബൂ സുഫിയാനും പേടിയായി. ഇന്നലെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത പലരും ആ സംഘത്തിൽ ഇപ്പൊ ചേർന്നിട്ടുണ്ടാകുമെന്നും മുസ്ലിങ്ങൾക്ക് പുതിയ ശക്തിയും സ്വാധീനവും ഒക്കെ വന്നിട്ടുണ്ടാകുമെന്നും അവർ കരുതി. അതുകൊണ്ട് അവർ വേഗത്തിൽ എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂലിനോടും അറ്റാക്ക് ചെയ്യാൻ നിന്നില്ല. വേഗം മക്കയിലേക്ക് അവർ തടിയെടുത്തു. അബൂ സുഫിയാനും അവന്റെ സംഘവും മക്കയിലേക്ക് തടിയെടുത്തു. ഈ ഒരു യാത്രയിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഇത്ര പ്രയാസമുള്ള നേരത്ത്, പറഞ്ഞ നേരത്ത് പോലും നബി തങ്ങളുടെ കൂടെ കൂടിയ സഹാബിമാരെ ഖുർആൻ പ്രശംസിക്കുന്നത് നോക്കൂ. അല്ലദീന ഇസ്തജാബു ലില്ലാഹി വറസൂലി മിൻ ബഅദി മാ അസാബഹുൽ ഖർഹ് ലില്ലദീന അഹ്സനൂ മിൻഹും വത്തഖൗ അജ്റുൻ അദീം. സൂറത്ത് ആല ഇംറാൻ 172-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലാഹുവിന്റെ റസൂലിന് ഉത്തരം നൽകിയവർ, അള്ളാഹുവിനും അവന്റെ റസൂലിന്റെയും വിളിക്ക് ഉത്തരം നൽകിയവർ ആരാ? ഉഹദിൽ ഒരുപാട് പരിക്ക് പറ്റിയിട്ട് മടങ്ങിപ്പോകുന്ന സഹാബിമാരാണ്. മിംബാദിമാ സാബഹുൽ ഖർഹു, അവർക്ക് മുറിവും പരിക്കുകളും ഒക്കെ ഏറ്റിട്ട് പോലും പിന്നെയും ഒരു യുദ്ധത്തിന് എന്ന് പറയുമ്പോ, എന്താ നബി നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ കാണുന്നില്ലേ നമ്മളെ ഈ ശരീരമൊക്കെ? ഇന്നലല്ലേ ഇപ്പൊ യുദ്ധം കഴിഞ്ഞത്, ഇനി ഒരു റെസ്റ്റ് എടുക്കണതിന്റെ മുമ്പ് ഇനി നിങ്ങൾ പോകാൻ പറയണെന്താ? ചോദിച്ചില്ല. ഒറ്റ സഹാബി മിണ്ടിയില്ല, ഒറ്റ സഹാബി ചോദിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോണം, പോണം, പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അവരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇല്ലദീന അഹ്സനൂ മിൻഹും വത്തഖൂ അജ്റുൻ അദീം. പരിക്കുകളൊക്കെ വകവെക്കാതെയുള്ള ആ യാത്ര, ആ സഹാബത്ത് ആ ഹംറാഉൽ അസദിലേക്ക് പുറപ്പെട്ട പുറപ്പാടൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. മുറിവ് പറ്റിയ സഹാബിമാരെ മറ്റേ സഹാബി താങ്ങി കൊണ്ടുപോകുന്നു, നടക്കാൻ വയ്യാഞ്ഞിട്ട്. അപ്പൊ നടക്കാൻ വയ്യാത്ത സഹാബിയും അള്ളാന്റെ റസൂല് ഇനി ഒരു അറ്റാക്കിന് കൂടി നിങ്ങൾ തയ്യാറാകണം എന്ന് പറയുമ്പോ ഒരുങ്ങിപ്പോയി എന്നതിന്റെ അർത്ഥം. കാലിൽ നിറയെ മുറിവായിട്ട് നടക്കാൻ വയ്യാത്ത സഹാബിമാരെ അല്പൊരാരോഗ്യമുള്ള ആളുകൾ സഹാബിമാര് താങ്ങിയിട്ടാ പോണത്. എവിടേക്കാ പോണതെന്ന് മനസ്സിലാക്കണം. റെസ്റ്റ് എടുക്കാനുള്ള കേന്ദ്രത്തിലേക്കല്ല, മറ്റേതെങ്കിലും ആസ്പത്രിയിലേക്കല്ല, അടുത്തൊരു പോരാട്ടത്തിനു കൂടി കോപ്പ് കൂട്ടാൻ വേണ്ടി പോരൂ എന്ന് പറയുമ്പോ ആ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ കൂടെ പരിക്കുകൾ പറ്റിയതുപോലും വകവെക്കാതെ അള്ളാന്റെ റസൂലല്ലേ വിളിക്കുന്നത്, പോയേ പറ്റൂ എന്ന നിലക്ക് നബിതങ്ങളുടെ കൂടെ പിന്നെയും യാത്ര പോയ ഉഹദീങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാന്റെ റസൂൽ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ഇന്ന് നമ്മളെ വിളിക്കാൻ റസൂലുള്ള നമ്മളെ കൂടല്ല. എന്റെ കൂടെ വരൂ, യുദ്ധം ചെയ്യൂ എന്ന് പറയാൻ അള്ളാന്റെ റസൂൽ നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ അള്ളാന്റെ റസൂല് ഈ ലോകത്തിൽ നിന്ന് വഫാത്തായി പോയിട്ടുണ്ടെങ്കിലും അവിടുന്ന് നമ്മയൊക്കെ ഏൽപ്പിച്ച ഒരു ആദർശമുണ്ട്. ആ ആദർശത്തിന്റെ പ്രചാരകരാകാൻ കൂടെ വരൂ എന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു പരിക്കും പറ്റാതെ സുഖകരമായ ജീവിതത്തിൽ ജീവിക്കുന്ന നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ആഹ്വാനത്തിന് ചെവി കൊടുക്കാൻ നമ്മൾ ഇന്നില്ല. പരിക്ക് പറ്റിയ ഷഹീദുകൾ അല്ലെങ്കിൽ പരിക്ക് പറ്റിയ സഹാബിമാർ ഇന്നലെ തീർന്ന യുദ്ധത്തിന്റെ പ്രയാസത്തിന്റെ നോവുകളും വേദനകളും അനുഭവിക്കുന്ന നേരത്തും അള്ളാന്റെ റസൂൽ വരൂ എന്ന് പറഞ്ഞാൽ ആ വിളിക്കുത്തരം ചെയ്ത സഹാബിമാരാണെങ്കിൽ അള്ളാന്റെ റസൂൽ പറയാണ്, ഞാൻ പറഞ്ഞത് കേട്ട് ജീവിക്കൂ എന്ന നബിതങ്ങളുടെ കൽപ്പന അനുസരിക്കാൻ ഒരു പരിക്കും പറ്റിയിട്ടില്ലാതെ സുഖമായി അള്ളാന്റെ നിഅമത്തും ആസ്വദിച്ച് ജീവിക്കുന്ന നമ്മൾ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ അവഹേളിക്കുകയാണ്, പരിഹസിക്കുകയാണ്. നബിതങ്ങളുടെ ഹദീസുകളെ പുറംകാലുകൊണ്ട് ചവിട്ടി ഭരിക്കുകയാണ്. കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയണം ആ വാക്കുകൾ എന്ന് പറയുകയാണ്. എന്റെ ബുദ്ധിക്കത് യോജിക്കുകയില്ല, അതുകൊണ്ട് ആ ഹദീസ് ഒന്നും എന്നോട് പറയണ്ട എന്ന് ധാർഷ്ട്യത്തോടുകൂടി പറയുകയാണ്.
മനസ്സിലാക്കണം. എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ നബിയോടുള്ള നമ്മുടെ സ്നേഹം, സഹാബത്തിന് പ്രവാചകനോടുണ്ടായിരുന്ന സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ കുറെ ആളുകൾ പോയില്ലേ സ്വർഗത്തിലേക്ക്, അത്യുന്നതമായ പദവിയിലേക്ക് പോയില്ലേ? മുറിവുകൾ പറ്റിയിട്ടും വേദനകൾ സഹിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മുഴുവൻ അവർ കേട്ടു. മാത്രമല്ല വേറൊരു സംഭവം കൂടി ഉണ്ടായി. പ്രിയമുള്ളവരെ, അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേറൊരു സംഭവം കൂടി ഉണ്ടായി. അതെന്താ? പിറ്റേന്ന് പറഞ്ഞല്ലോ, അബൂ സുഫിയാൻ എന്ന് പറഞ്ഞിരുന്നു, ഇനി അടുത്ത കൊല്ലം ബദറിൽ കാണാം, ബദറിൽ കാണാന്ന് പറഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അത് ഏറ്റെടുത്തല്ലോ. പിറ്റേന്ന് ബദറിൽ വരാൻ അബൂ സുഫിയാന് ധൈര്യം വരുന്നില്ല. കാരണം മക്കയിൽ മുഴുവൻ ഭയങ്കര ക്ഷാമമാണ്. പമ്പിച്ചൊരു സൈന്യത്തെയും കൊണ്ട് ബദറിലേക്ക് വരാൻ അബൂ സുഫിയാന് കഴിയുന്നില്ല. പക്ഷെ അവന് അപമാന ഭാരമുണ്ട്. കഴിഞ്ഞ കൊല്ലം വെല്ലുവിളിച്ചതല്ലേ, മുഹമ്മദ് സ്വീകരിച്ചതല്ലേ, ഇനി അവര് വരുമ്പോ നമ്മൾ ചെല്ലാതിരുന്നാ മോശല്ലേ? അബൂ സുഫിയാൻ അത് വല്ലാത്തൊരു വിഷമായി. എന്നാ യുദ്ധത്തിന് പോകാനുള്ള തയ്യാറെടുപ്പൊട്ടില്ലതാനും. ആ അവസരത്തിൽ അബൂ സുഫിയാൻ ഒരു തന്ത്രമെടുത്തു. ഒരാളെ വമ്പിച്ച ഇനാമ് കൊടുത്തുകൊണ്ട് മദീനയിലേക്ക് പറഞ്ഞയച്ചു ഒരു പ്രചരണം നടത്താൻ. എന്താ പ്രചരണം? വമ്പിച്ച ഒരു സൈന്യവുമായി കൊണ്ട് ബദറിലേക്ക് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ പട്ടാളം വരുന്നുണ്ട്, മദീന അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് ഒരു പ്രചരണം, ഊഹം പ്രചരിപ്പിച്ചു. എന്താ അബൂ സുഫിയാന്റെ ഉള്ളിലിരിപ്പ്? ഇത് കേട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ പേടിക്കും, സഹാബത്ത് പേടിക്കും, പിന്നെ അവര് യുദ്ധത്തിന് വരൂല, അപ്പൊ തനിക്കും യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ ആള് വന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ശത്രുക്കൾ പ്രവാചകന്റെ മനസ്സിനെ നിർവീര്യമാക്കലായിരുന്നു അബൂ സുഫിയാന്റെ തന്ത്രം. പക്ഷേ ഈ വിളിച്ചു പറയുന്നയാള് മദീനയിൽ വന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. വിളിച്ചു പറയുന്നയാൾ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, മദീന അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് മക്കയിൽ നിന്നതാ വമ്പിച്ച പട്ടാളം വരുന്നു, അവരെ പേടിച്ചോളൂ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ, മുഅ്മിനീങ്ങൾ ഫസാദഹും ഈമാനാ, അവരുടെ ഈമാൻ കൂടി. ശത്രു വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെയും വിശ്വാസികളുടെ ഈമാൻ കൂടുകയാണ് ചെയ്തത്. വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, എല്ലാം വരമേൽപ്പിക്കാൻ അവൻ തന്നെ മതിയായവനാണ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്ന് പറഞ്ഞു. ശൈത്താൻ അവന്റെ അനുയായികളെ ഇതാ ഇളക്കി വിട്ടുകൊണ്ട് അവന്റേതായ മിത്രങ്ങളെ ഇതാ പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴും നബിതങ്ങളും സഹാബത്തും പതറിയില്ല, അവര് പേടിച്ചില്ല. അവര് പറഞ്ഞു, ഒരൊറ്റ മുദ്രാവാക്യമാണ് അവർക്കുള്ളത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇത് നമ്മൾ പാഠമായി മനസ്സിലാക്കണം. ശത്രു ഒരുപാട് കുതന്ത്രങ്ങൾ പ്രചരിപ്പിക്കും. ശത്രു നമ്മുടെ മനസ്സിനെ തളർത്താനുള്ള പലതും പ്രചരിപ്പിക്കും. നിന്നെ അങ്ങനെ ചെയ്യും, നിങ്ങളെ ഇങ്ങനെ ചെയ്യും, നിങ്ങളെ തകർക്കും, നിങ്ങളെ പുറത്താക്കും, നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളെ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓലപ്പാമ്പുകൾ കാട്ടി പേടിപ്പിക്കുമ്പോ പതറിപ്പോകരുത് സത്യവിശ്വാസി. പറയണം ഉറച്ച്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, അവൻ വിധിച്ചതല്ലാതെ ഒരു കൊലകൊമ്പനെ കൊണ്ടും ഒന്നും ചെയ്യാനാവില്ല. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി, വനിഅമൽ വകീൽ, കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ എത്ര നല്ല വക്കീലാണവൻ എന്ന ഏറ്റവും വലിയ ആദർശത്തിന്റെ കരുത്തുറ്റ പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. എന്താ ഉണ്ടായത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് പാലിച്ചു. 1500 സഹാബിമാരെയും കൊണ്ട് ബദറിലേക്കാണ് നീങ്ങി. 1500 സഹാബിമാരെയും കൊണ്ട് ബദറിലേക്കാണ് നീങ്ങി. അബൂ സുഫിയാൻ ഉണ്ടോ? വരുന്നു, വന്നില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഫൻഖലബു ബിനിഅമത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള നിഅമത്തും കൊണ്ട് മടങ്ങി. ലം യംസസും സൂൻ, നബിക്കോ സഹാബത്തിനോ ഒരു ആപത്തും ബാധിച്ചില്ല. തബഉ റിളവാനല്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിയെ അവർ പിൻപറ്റി. അല്ലാഹു ദു ഫദ്ലിൻ അലീം, അല്ലാഹു അംബിച്ച മഹത്തായ ഔദാര്യമുള്ളവനാകുന്നു. എന്താ? ബദറിൽ നല്ല കച്ചവടം നടക്കുന്ന സീസണാണ്. നബി തങ്ങൾ 1500 ആളുകളെയും കൊണ്ട് അവിടെ പോയിട്ട് വമ്പിച്ച ബിസിനസ് ചെയ്തു. ശത്രുക്കൾ ആരും വരുന്നില്ല, മത്സരമില്ല, കമ്പോളത്തിൽ ആരും മക്കത്തുനിന്ന് വരാനില്ല. മുഴുവൻ കച്ചവടങ്ങളും നടത്തിയത് സഹാബത്ത് മാത്രം. വമ്പിച്ച ധനവും ബിസിനസ് ലാഭവുമായി കൊണ്ട് അള്ളാഹിന്റെ നിഅമത്തും കൊണ്ടാണ് അള്ളാഹിന്റെ റസൂലും സഹാബത്തും മടങ്ങിപ്പോകുന്നത്. ശത്രുവിന്റെ കുപ്രചരണങ്ങൾ കേട്ടപ്പോ പതറിയിട്ട് മാളത്തിൽ ഒളിച്ചിരുന്നുവെങ്കിൽ അള്ളാഹിന്റെ റസൂൽ അപമാനിതനാകുമായിരുന്നു. പക്ഷേ ഉണ്ടായില്ല. ശത്രുവിന്റെ കുതന്ത്രങ്ങൾ കേട്ടപ്പോഴും ഈമാൻ വർദ്ധിച്ചു. നിങ്ങളെ തകർക്കാൻ സൈന്യം വരുന്നു എന്ന് കേട്ടപ്പോഴും അള്ളാഹിന്റെ റസൂലോ വിശ്വാസികളോ പതറിയില്ല. അവർ ഉറച്ചിരുന്നുകൊണ്ട് പറഞ്ഞു, ആരും വരട്ടെ, എന്തും വരട്ടെ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹ് മതി ഞങ്ങൾ.
അല്ല മതി. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നിന്നപ്പോ പടച്ച റബ്ബ് അവർക്ക് ഒരുപാട് കനിഞ്ഞ നിഅമത്തുകളും കൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഒരാപത്തും അവർക്ക് ബാധിക്കുകയുണ്ടായില്ല. ഇതൊക്കെ ഉഹദിന്റെ പാഠങ്ങളാണ്, ഉഹദിന്റെ ശേഷമുണ്ടായ ചരിത്രത്തിന്റെ പാഠങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സുഹൃത്തുക്കളെ, ആദർശ രംഗത്ത് അടിപതറാതെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിക ദഅവത്തിന്റെ മാർഗത്തിൽ ആവുന്ന സേവനങ്ങൾ ചെയ്യാൻ എളിയവരായ നമ്മളെല്ലാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാന്മാരുടെ ജീവിത വഴിത്താരകളെ അനുധാവനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ മനസ്ഥിതിയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം അള്ളാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ട് പിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു അവരുടെ ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന വസായിറ ബിലാദിൽ മുസ്ലിമീൻ. റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും ورحمة الله وبركاته.